ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാര രംഗത്തും അതുപോലെ തന്നെ അവരുടെ നിലവിലുള്ള പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അന്തർദേശീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇസ്രയേലും യു എസും ചേർന്ന് നടത്തുന്ന ഗൂഢതന്ത്രങ്ങൾ, അതെല്ലാം ശക്തമായി എതിർക്കാൻ, അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ ചില രാജ്യങ്ങൾ ഇറാനോട് കാണിക്കുന്ന സ്നേഹം, അതായത് ഇറാനോട് കാണിക്കുന്ന ഒരു താല്പര്യം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പോൾ പ്രതിരോധ കൗൺസിൽ അതിനുവേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറും അതുപോലെ പരമോന്നത നേതാവായ അയത്തുള്ള അൽ ഖമനിയുമായിരിക്കും ഈ കൗൺസിലിൽ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിക്കുക എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇറാനിലെ ന്യൂസ് ഏജൻസി വ്യക്തമാക്കിയ കാര്യമാണ്. നമുക്കറിയാം, ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് റഷ്യ സുരക്ഷ കൊടുക്കുന്ന കാര്യം അത് ഏറെ ആശങ്കയോടെയാണ് ഇസ്രയേലും അമേരിക്കയും മനസ്സിലാക്കുന്നത്. ഇസ്ഫഹാൻ ആയിരുന്നാലും ഫോർദോ ആയിരുന്നാലും ഈ ആണവ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ എടുക്കുന്ന ഒരു തീരുമാനം, അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇറാൻ്റെ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഉള്ള നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറാൻ ഇനി സ്വീകരിക്കാൻ പോകുന്ന പുതിയ നയതന്ത്രങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അതുൾപ്പെടെ ഈ പ്രതിരോധ കൗൺസിലിൽ ചർച്ചാ വിഷയമായി മാറും. അത്തരത്തിൽ പുതിയ സുരക്ഷാ കൗൺസിൽ സജ്ജീകരിച്ചുകൊണ്ട്, പുതിയ പ്രതിരോധ കൗൺസിൽ സജ്ജീകരിച്ചുകൊണ്ട് ഇറാൻ 10 മടങ്ങ് ശക്തമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. നമുക്കറിയാം, റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനുമായി ഉഭയകക്ഷി ബന്ധമുണ്ടെങ്കിലും അത്ര മികച്ച, ഏറ്റവും ഉദാത്തമായ ഒരു സൗഹൃദമോ നയതന്ത്ര ബന്ധമോ ഒന്നുമായിരുന്നില്ല ഈ കാലഘട്ടം അത്രയും. എന്നാൽ പൊടുന്നനെ ഉണ്ടാകുന്ന, ഏഷ്യയിൽ ഉണ്ടാകുന്ന, ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന സംഘട്ടനങ്ങൾ, അത് ഇറാനെയും റഷ്യയും ഒരു പടി കൂടി അടുക്കലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ഡീൽ എന്നത് പറയുന്നത് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അണ്ടർഗ്രൗണ്ട് സീ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ വാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് റഷ്യ എല്ലാ തരത്തിലും ഇറാന് വിലപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാഹചര്യം, അത് ഖമനേയിക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ റഷ്യയെ ആപത്ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാഹചര്യം വരുമ്പോൾ പുടിനെ സംബന്ധിച്ചിടത്തോളവും പുടിൻ്റെ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളവും അത് ഏറെ ആശ്വാസകരവും അത് ഏറ്റവും കൂടുതൽ കരുത്തു പകരുന്ന വിഷയവുമാണ്. സുരക്ഷാ സമിതിയിൽ നമുക്കറിയാം, റഷ്യയും ഫ്രാൻസും UK-യും ഈ ഇറാൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കുമൊക്കെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളത്. ചൈന ഈ കാര്യത്തിൽ ന്യൂട്രലാണ്. ചൈന എടുക്കുന്ന തീരുമാനം പ്രത്യക്ഷത്തിൽ റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെക്കുറെ സമാസമമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ US മാത്രം പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുരക്ഷാ സമിതിയിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയം, ഇസ്രയേലിനെതിരെയുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രതിരോധം, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, പാലസ്തീനുള്ള പ്രത്യേക രാജ്യ പദവി. ഒന്ന് ആലോചിക്കണം, ഇറാനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ സമിതിയിൽ ഇറാന് സഹായമായി എത്തുന്നത് റഷ്യ മാത്രമല്ല, 2 രാജ്യങ്ങൾ കൂടി ഉറപ്പിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്.